വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. എവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ISLൻ്റെ രണ്ടാം ലെഗ് മത്സരങ്ങളും അവസാനിച്ചു. അതായത് സെമി ഫൈനലിൻ്റെ രണ്ടാം ലെഗ് മത്സരവും അവസാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും അവസാനിച്ചു. ഇനി ഫൈനലാണ്. ഫൈനലിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റിയും പ്രവേശിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലായിരിക്കും ഫൈനലിൽ ഏറ്റുമുട്ടുക. കൊൽക്കത്തയിൽ വെച്ചായിരിക്കും ഏറ്റുമുട്ടുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് കൊൽക്കത്തയുടെ മോഹൻ ബഗാന്റെ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് സെക്കൻഡ് ലെഗിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓട്ടൊക്കെ ഇതുപോലുള്ള ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നോട്ടീഷൻ ലഭിക്കുന്നതിന് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്പർ കണ്ടാം. അപ്പം നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് സെക്കൻഡ് ലെഗിൻ്റെ ഫസ്റ്റ് മാച്ച്, അതായത് മോഹൻ ബഗാൻ ഒഡീഷയെ നേരിട്ട മത്സരത്തിൽ മോഹൻ ബഗാൻ എനിക്ക് തോന്നുന്നു 2 ഗോളിനാണ് വിജയിച്ചത്. അത് 2-0 എന്ന സ്കോറിലായിരുന്നു വിജയിച്ചിരുന്നത്. ഒരു റിവെഞ്ച് മാച്ച് സെമി ഫൈനലിൽ നിന്ന് തന്നെ പറയണം. കാരണം ഫസ്റ്റ് ലെഗ് മത്സരത്തിൽ ഒഡീഷയും ഭുവനേശ്വർ നടന്ന മത്സരത്തിൽ ഒഡീഷ 1-2 ഗോളുകൾക്കായിരുന്നു ഒഡീഷ വിജയിച്ചത്. അതിൻ്റെ ഒരു റിവെഞ്ചായിട്ട് 2-0 വിജയിച്ചുകൊണ്ട് കംബാക്ക് എടുത്ത് അഗ്രിഗേറ്റ് സ്കോർ എനിക്ക് നോക്കുകയാണെങ്കിൽ 3-2 എന്ന സ്കോറിലാണ് മോഹൻ ബഗാൻ വിജയിച്ചത്, അഗ്രിഗേറ്റ് സ്കോർ. അതുപോലെ തന്നെ ഇനി മുംബൈ സിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ മത്സരം ഇന്നലെയാണ് നടന്നത് ഗോവയ്ക്കെതിരെ. അഗ്രിഗേറ്റ് സ്കോറൊക്കെയാണ് 5-2. ഇന്നലെ സ്കോർ ചെയ്തത് 2 ഗോളുകളാണ്. അതിൽ ആദ്യ ഗോൾ പെരേര ഡയസിൻ്റെ, രണ്ടാം ഗോൾ ലാലിയൻ സുവാല ചാങ്തയുടേതുമായിരുന്നു വകയായിരുന്നു. അതുപോലെ തന്നെ മോഹൻ ബഗാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജേഴ്സൺ കമ്മിൻസണും അതുപോലെ തന്നെ സഹൽ അബ്ദുൾ സമദുമായിരുന്നു ഗോൾ നേടിയത് മോഹൻ ബഗാന് വേണ്ടി. ജേഴ്സൺ കമ്മിൻസൻ്റെ വേൾഡ് കപ്പ് കളിച്ച ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജേസൺ കമ്മിൻസിൻ്റെ ഗോളിലൂടെയായിരുന്നു ആദ്യം ഗോൾ സ്കോർ ചെയ്തത് മോഹൻ ബഗാൻ. പിന്നീട് രണ്ടാമത്തെ സെമിയിലാണ് ഇപ്പോൾ സഹൽ അബ്ദുൾ സമദ് ഗോൾ നേടുന്നത്. മലയാളി താരം, മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദ് രണ്ടാമത്തെ ഒരു ഗോളാണ് സെമിയിൽ നേടുന്നത്. അതായത് സഹൽ അബ്ദുൾ സമദ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ 2021-22 സീസണിൽ സെമിയിൽ ഇതുപോലൊരു നിർണായകമായൊരു ഗോൾ നേടിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം മോഹൻ ബഗാന് വേണ്ടി നേടിയിരിക്കുകയാണ്. അടുത്തായി പറയുന്നത് മുംബൈ സിറ്റിൻ്റെയാണ്. മുംബൈ സിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാലിയൻ സുവാല ചാങ്തയും പെരേര ഡയസ് ആയിരുന്നു സ്കോർ ചെയ്തത്. പെരേര ഡയസ് ആണ് ആദ്യം സ്കോർ ചെയ്തത്, പിന്നെ ലാലിയൻ സുവാല ചാങ്തയും. ലാലിയൻ സുവാല ചാങ്തയുടെ ഒരു എക്സ്പീരിയൻസ് ആ രണ്ടാമത്തെ ഗോളിൽ നമുക്ക് എടുത്തു കാണിച്ചു. കാരണം 3 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, 2 ഡിഫൻഡറും ഒരു ഗോൾ കീപ്പർ ഉൾപ്പെടെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അവരെ മൊത്തം കബളിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ ഗോൾ നേടിയത്. ഒരു വണ്ടർഫുൾ എക്സലൻറ്റ് ഗോൾ തന്നെയായിരുന്നു ലാലിയൻ സുവാല ചാങ്തയെ കണ്ടത്. എനിക്ക് തോന്നുന്നു സുനിൽ ഛേത്രിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ചാങ്തെ എന്ന ഉത്തരങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ആവാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അപ്പം ഇനി ഫൈനലിൽ മോഹൻ ബഗാനും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമാണ്. ഇരുവരും തന്നെയായിരുന്നു ക്ലീൻ ഷീറ്റിന് വേണ്ടി പൊരുതിയതും. എന്നാൽ അവിടെ മോഹൻ ബഗാനായിരുന്നു വിജയം. ഇവിടെ ആർക്ക് ഒപ്പം നിൽക്കും വിജയം എന്ന് നമുക്ക് നോക്കിക്കാണാം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ ഇഷ്ടമുള്ളതായിരിക്കും നമുക്ക് കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.